ഇത് കണ്ടതുകൊണ്ടാണോ ഇങ്ങനെ തീരുമാനം എടുത്തത്? തീർച്ചയായും ഇവർക്കൊപ്പം കഴിഞ്ഞ എത്രയോ ദിനരാത്രങ്ങളായി നമ്മുടെ മനസ്സുണ്ട്. മനുഷ്യത്വം മരവിച്ച ഒരു സർക്കാരിന് ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്. കാരണം നങ്ങേലിയുടെ പ്രതിഷേധത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പാടിക്കൊണ്ട് അധികാരം പിടിച്ചിട്ടുള്ള സർക്കാരാണ്. 2007 മുതൽ 232 രൂപയ്ക്കാണ് 2 മണിക്കൂർ ജോലി തുടങ്ങിയതാണ് ഇവര്. 24 മണിക്കൂർ ഇന്ന് സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. 2007 മുതൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു അതിഥി തൊഴിലാളി വന്നാൽ നമ്മൾ ഇന്ന് 1000 മുതൽ 1200 രൂപ ഉച്ചവരെ ജോലി ചെയ്താൽ കൊടുക്കണം. ആ കേരളത്തിലാണ് ഈ നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കർമാര്. എനിക്ക് വളരെ സങ്കടമുണ്ട്. ഞാനൊരു 5 മാസം പ്രായമായ കുഞ്ഞിന്റെ അമ്മയാണ്. ഈ സമരപന്തലിൽ നിന്ന് എന്റെ പ്രദേശത്തെ ആശാ വർക്കർ ചേച്ചി കുഞ്ഞിന് വാക്സിൻ എടുത്തു എന്ന് ചോദിച്ച് എന്നെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് ഈ സമരപന്തലിലിരുന്നു. അങ്ങനെയുള്ള ആശമാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ കോവിഡ് കാലത്തടക്കം നമുക്കൊപ്പം ജീവൻ പണയം വെച്ച് നിന്ന് പ്രവർത്തിച്ച ആശമാർക്ക് വേണ്ടിയിട്ടാണ് ഈ മുടി മുറിക്കുന്നത്. ചാനലിന്റെ ശീതീകരിച്ച മുറിയിലിരുന്നു കൊണ്ട് മേക്കപ്പും ഇട്ട് യാതൊരു സമര പാരമ്പര്യവുമില്ല. നമുക്കറിയാം, ഒരു ഗസ്റ്റ് അധ്യാപികയായി ജോലി ചെയ്തതിന്റെ എക്സ്പീരിയൻസും അതുവഴി കൈരളിയും ഒരു സമര പാരമ്പര്യവും ഇല്ലാതെ ലാറ്ററൽ എൻട്രി വഴി CPM-ൽ കയറിക്കൊണ്ട് മന്ത്രിയായ വീണ ജോർജിന് സമര പാരമ്പര്യത്തിന്റെ സമരം ചെയ്യുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥയും യാതനയും ബുദ്ധിമുട്ടും ഒന്നും എന്താണെന്ന് അറിയാൻ സാധിക്കില്ല. ഈ സമരമിരിക്കുന്ന സ്ത്രീകൾക്കൊപ്പമാണ് കേരളത്തിന്റെ മനസ്സ്. ആ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കർമാർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസുകളുടെ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിലെ ഒരു പ്രതിഷേധം ഞാൻ ഉദ്ഘാടനം ചെയ്യും. അവിടുത്തെ ആശാ വർക്കർ എന്നോട് അന്ന് അവിടെ പ്രസംഗിച്ചതാണ്. റാബീസ് ബാധിച്ച പേഷ്യൻസ് ഉള്ള സാഹചര്യങ്ങളുള്ളിടത്ത് പോലും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അവർക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ, അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ വേണ്ട സഹായം ചെയ്തിട്ടുള്ള, അതാണ് ജീവൻ പണയം വെക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരെ കാണാതെ പോകുന്ന സർക്കാർ ഈ സ്ത്രീകളുടെ കണ്ണീരിൽ വെണ്ണീറാവാൻ പോകുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാരെന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. വീണ ജോർജ് 4 ദിവസമെങ്കിലും ഇതുപോലൊരു സമരത്തിന് ഇരിക്കണം. മന്ത്രി ആയിക്കോട്ടെ, ഇതുപോലൊരു സമരത്തിന് 4 ദിവസമെങ്കിലും ഇരിക്കണം. എന്നാൽ മാത്രമേ സമരം എന്താണെന്നും സമരത്തിന്റെ മഹത്വം എന്താണെന്നും തൊഴിലാളി എന്താണെന്നുള്ളത് മനസ്സിലാക്കൂ. ഇന്ന് CPM തൊഴിലാളി വർഗ പാർട്ടിയല്ല, ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. ക്യാപിറ്റലിസ്റ്റുകൾക്കൊപ്പം നിൽക്കുന്ന അവരുടെ ഏറ്റവും പുതിയ ഓഫീസ് നിങ്ങൾ കണ്ടില്ലേ? കെട്ടിപ്പൊക്കുന്ന ഓഫീസ് നിങ്ങൾ കണ്ടില്ലേ? അതെ, ആ മാനസികാവസ്ഥയിലാണ് അവര് ഇപ്പോൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ സർക്കാരല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല, ക്യാപിറ്റലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് CPIM-ന്റെ പേര് തിരുത്തി എഴുതേണ്ട കാലം അതിക്രമിച്ചു. അവരായി തിരുത്തിയില്ലെങ്കിൽ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ അത് അവരുടെ മനസ്സുകളിൽ തിരുത്തി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്.